ഇടുക്കി ഉടുമ്പന്നൂരിൽ പണിമുടക്ക് ദിവസത്തിലും നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യിച്ച് CPIM ഏരിയ സെക്രട്ടറി. കരിമണ്ണൂർ CPIM ഏരിയ സെക്രട്ടറി PP സുമേഷിന്റെ കെട്ടിടത്തിലേക്കുള്ള വഴിയിലാണ് ടാറിംഗ് ജോലികൾ പുരോഗമിച്ചത്. അതേസമയം വിവരമറിഞ്ഞപ്പോൾ തന്നെ പണി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്ന് CPIM ബ്രാഞ്ച് സെക്രട്ടറി വിശദീകരണം നൽകി. ആദ്യം ഒരു പ്രതികരണം കാണാം. ആ സമയത്ത് നമ്മളിത് രാവിലെ ഇത് നടന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിവിടെ വന്നു. ഞാൻ വന്ന് ഇവരോട് പറഞ്ഞത് നടത്താൻ പാടില്ല, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പണി തടയല്ല കേട്ടോ ചെയ്തത്. നിങ്ങളിനി പറഞ്ഞ എൻ്റെ അടുത്ത് ഞാനിവരോട് പറഞ്ഞത് ചെയ്യാൻ പാടില്ല, ഇന്ന് ദേശീയ പണിമുടക്കാണ്, ചെയ്യരുതെന്നുള്ള നിലയ്ക്ക് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ ചെയ്യിക്കുന്ന ആളുകൾ പറഞ്ഞത് കുറേ അധികം ഈ പറഞ്ഞിരിക്കുന്ന മിക്സ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. അവധിയുള്ള ദിവസമാണെന്നുള്ള നിലയ്ക്ക് ഇവരിതെല്ലാം കൂട്ടി. അപ്പോൾ ഞങ്ങളിത് കൂട്ടിയത് ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ കൂട്ടിയത് ഇട്ടിട്ട് അവസാനിപ്പിച്ച് പോകണമെന്ന് പറഞ്ഞ് എനിക്ക് മണ്ണപ്പുറത്തൊരു യോഗം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് എൻ്റെ 2 വീലറിലാണ്, ഞാൻ എൻ്റെ വാഹനം പോലെ ഉപയോഗിക്കുന്നത്, ഞാൻ 2 വീലറിലാണ് പോയത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, വിശദീകരണം നമ്മൾ കേട്ടു. ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷമല്ലല്ലോ ഇതിലൊരു നടപടി വേണ്ടത്. നേതാക്കൾക്ക് അപ്പോൾ പണിമുടക്ക് ബാധകമല്ല എന്നാണോ? ഇല്ല, അതുതന്നെയാണ്. രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടനയുടെ മാതൃസംഘടനയിൽപ്പെട്ട, അതും ഒരു ഏരിയ സെക്രട്ടറി, CPIMന്റെ ഏരിയ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുൻപിലെ ജോലികളാണ് ഈ പണിമുടക്ക് ദിവസം നടന്നിരുന്നത്. മാത്രമല്ല, നമ്മൾ കണ്ടതാണ് പല കോണുകളിലും ഇന്ന് പണിയെടുക്കാൻ പോയ ആളുകളെ തടയുന്നു, അതുമാത്രമല്ല നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ തടയുന്നു. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് ഇത്തരം ഒരു ഏരിയ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിൽപ്പെട്ട സ്ഥലത്ത് ഈ നിർമ്മാണ ജോലികൾ, അതായത് ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് താനും. എന്തായാലും ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ CPIMന്റെ ഏരിയ സെക്രട്ടറി ഉടൻ തന്നെ എത്തുകയും ഈ പണികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ തന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മുൻപിൽ ഇത്തരം ഒരു പണി നടക്കുന്നത് നേരത്തെ അറിഞ്ഞിരുന്നില്ലേ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു വിശദീകരണമുണ്ട്. ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടമാണ്, അവിടെ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. പലപ്പോഴായിട്ട് അവിടെ പൊടി പടലത്തിന്റെ വലിയ ശല്യമുണ്ടെന്നുള്ളത് അവിടെ പ്രവർത്തിക്കുന്ന കടകൾ പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളതുമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി വ്യാപാരികളുടെ നേതൃത്വത്തിലാണ് അത് ടാർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് അവരുടെ ഒരു വിശദീകരണം. മാത്രമല്ല, തിരക്കുള്ള ദിവസങ്ങളിൽ, മറ്റു ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും, ഇന്ന് തിരക്കോ കുറവായതുകൊണ്ടാണ് കരാറുകാരൻ ഇത്തരം ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. രാവിലെ തന്നെ അതിന്റെ ടാറിംഗ് മിക്സർ ചെയ്യുകയും ചെയ്തു. അത് പിന്നീട് മിക്സ് ചെയ്തത് മാത്രം നിരത്തി ലെവലാക്കി പോകുന്നതിനുള്ള അനുമതി തേടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നിരുന്നാലും ഒരു കൗതുകം ഇതിലുണ്ട്, ഈ വാർത്തയിലുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഏരിയ സെക്രട്ടറിയുടെ ന്യായീകരണം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമുക്ക് ഈ പറച്ചിലിൽ തന്നെ ബോധ്യമാകുന്നതാണ്. കാരണം പണി മുടക്കണ്ട എന്നുള്ളത് ആരോടും പറഞ്ഞിട്ടില്ല, പണി തടസ്സപ്പെടുത്തണമെന്നും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വാർത്തകളൊക്കെ പുറത്തു വന്നതിന് ശേഷം മാത്രം അവിടെ ചെന്ന് ഇത് നിർത്തിവെപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്തായാലും നിലവിൽ ആ ടാറിംഗ് ജോലികൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.